പണപ്പെട്ടിക്ക് കാത്തിരുന്ന് പണപ്പെട്ടി വന്നപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും നല്ല പോലെ ഒരു പൂട്ടിട്ടങ്ങ് പൂട്ടിക്കളഞ്ഞു. പക്ഷേ ഇന്ന് നെവിന് ഈ പറയുന്ന പോലെ 15,000 രൂപയുടെ ഒരു ചെക്ക് കിട്ടി. നിങ്ങൾക്കാണ് ആ ചെക്ക് കിട്ടിയതെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് കൊടുത്തേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഉറപ്പായിട്ടും ഞാൻ അതിനൊരു ഡീല് വെച്ചേനെ. മീൻസ് ഇപ്പൊ അക്ബറിന് കൊണ്ടത് ചുമ്മാ കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അത് എനിക്ക് കിട്ടിയ ചെക്കാണ്. എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ അത് സിമ്പിളി അങ്ങ് കീറി കളയുക. അപ്പോ ഈ പറയുന്നത് പോലെ അക്ബറിന് അത് കൊടുക്കണമെങ്കിൽ ഇതിന്റെ പകുതി പൈസ ആയിട്ടുള്ള 7,500 എനിക്ക് കിട്ടണം. പുറത്തിറങ്ങിയിട്ട് എനിക്കത് തരണം. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറയുന്ന കാശ് നിങ്ങൾക്ക് തരാം. അത് അക്ബറിനെന്നല്ല, ആര് ഈ പറയുന്ന ഈ 15,000 രൂപയുടെ ചെക്ക് ആർക്ക് വേണം, അവരെനിക്ക് ഇതിന്റെ പകുതി കാശ് തരണം എന്ന് പറഞ്ഞ് അവിടെ ഒരു ഡീല് വെക്കാം. ഇത് ബിഗ് ബോസ് ആണ്. അപ്പൊ നമ്മൾ പണത്തിന് വേണ്ടിയാണോ ഈ കിടന്ന് കളിക്കുന്നതെന്ന് എങ്കിൽ പിന്നെ ഈ 100 ദിവസം അവിടെ നിൽക്കാൻ പോകുന്നവർ വിത്തൗട്ട് പേയ്മെന്റിൽ പോട്ടെ. വിത്തൗട്ട് പേയ്മെന്റിൽ അല്ലല്ലോ പോകുന്നത്, എല്ലാവർക്കും പേയ്മെന്റ് ഉണ്ട്. അപ്പൊ നെവിൻ എന്ത് ചെയ്യായിരുന്നു? അന്നേരം നെവിൻ ഒരു മണ്ടത്തരം കാണിച്ചു. ഈ പറയുന്ന പോലെ അക്ബറിന് കാശ് കൊടുത്തു, 15,000 രൂപ കൊടുത്തു. ഈ 15,000 രൂപ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ചോദിക്കാൻ പറ്റും, എനിക്ക് ആര് ഇതിന്റെ പകുതി കാശ് തരും? എനിക്ക് പകുതി കാശ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളവർക്ക് ഞാൻ ഇത്രയും തരും. നിങ്ങൾക്കും കിട്ടും പകുതി, എനിക്കും കിട്ടും പകുതി. അത് ആ ഡീലിന് ആർക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചിട്ട് നെവിന് അങ്ങനെ സെറ്റ് ചെയ്യാമായിരുന്നു. അത് എന്നാലും അക്ബറിന് തന്നെ കിട്ടും. അപ്പൊ ആ ലെവലിൽ സെറ്റ് ചെയ്യാമായിരുന്നു. ഇനിയിപ്പോ ആ ചാൻസ് കിട്ടുമോ എന്നറിയില്ല. കാരണം ഒറ്റ ചാൻസ് ആയിരുന്നു ആ ചെക്ക്, ഒറ്റ ചാൻസ്. ഇനി അതുപോലെ ചെക്ക് വരുന്നെങ്കിൽ ഇനി മിക്കവാറും നെവിന് ബോധം വന്നിട്ടുണ്ടാവണം. ഇപ്പൊ നെവിന് ബോധം വന്നിട്ടുണ്ടാവും അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇനിയെങ്കിലും അതുപോലെയൊക്കെ ബുദ്ധി പ്രയോഗിച്ച് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാശും കിട്ടും, വേറൊരാൾക്ക് അത് കൊടുക്കാനും പറ്റും. ഇവൻ നെവിൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും. ഇത് മാത്രമല്ല മക്കളെ, ഇന്ന് ഫസ്റ്റ് ക്യാഷ് കളക്ട് ചെയ്യാനായിട്ടുള്ള മഴയായിരുന്നല്ലോ. ഈ മഴയിൽ നെവിന് ക്യാഷ് കളക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം? 130 രൂപയാണ് നെവിൻ കളക്ട് ചെയ്തത്. ഇതും വേണമെങ്കിൽ ചോദിക്കാം, എനിക്ക് ഇത്ര രൂപ ഇതിൽ നിന്ന് തരണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പക്ഷെ അന്നേരം നമ്മളത് സ്ട്രെസ് ചെയ്ത് പറയാത്ത 130 രൂപയാണ്. അത് നമ്മൾ ചോദിച്ച് മേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ 15,000 15,000 രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ്. അപ്പം അതിനകത്ത് നമുക്കൊരു ഡീല് വെച്ച് കളിക്കാമായിരുന്നു. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ സാധനം. ഈ 15,000 പകരം 1 ലക്ഷം രൂപയുടെ ചെക്കാണ് നെവിന് കിട്ടിയിരുന്നതെങ്കിലോ? അപ്പൊ ഈ പറയുന്ന ബുദ്ധി വന്നേനെ മക്കളെ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പണപ്പെട്ടി എന്ന് പറഞ്ഞ് ഇവര് പ്ലാൻ ചെയ്ത് ഇവർക്ക് പണി വാങ്ങിച്ചു കൂട്ടിയതാണ്. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന നിറയെ പേര് ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, പ്രേക്ഷകരുണ്ടാവും. ഇവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളൊരു സാധനം, ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരുന്ന ഒരു സാധനം, നമുക്കൊരു പ്ലാൻ ഉണ്ട്. ബിഗ് ബോസിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മൾ അവിടെ ആ പ്ലാറ്റ്ഫോമിൽ തുറന്നു പറയാൻ പാടില്ല. പണപ്പെട്ടി ആയിക്കോട്ടെ, എവിക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോമിനേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ നമ്മുടെ മൈൻഡിനകത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വ്യക്തമായ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മേക്കേഴ്സിന് നമ്മളെക്കാൾ 100 തല ഇരട്ടിയുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളൊരു പ്ലാൻ ചെയ്ത് കളിക്കും, അതിനെ അവർ പൊട്ടിക്കും. ഇന്ന് ആദിലേക്ക് പറ്റിയത് അതാണ്. ആദിലയും നൂറയും കൂടെ പണപ്പെട്ടിയുടെ പ്ലാനിങ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പഴയ പണപ്പെട്ടി തന്നെ വന്നേനെ. പക്ഷെ ഇതിപ്പോ കളി മാറ്റി ബിഗ് ബോസ് ചവിട്ടിയതിന് കാരണം ഒന്ന് ഇതാണ്. രണ്ടാമത്തത്, എനിക്ക് ലക്ഷണം കണ്ടിട്ട് എനിക്ക് ഉറപ്പാണ് ബിഗ് ബോസ് വീടിന്റെ വെളിയിൽ അവസാന ദിവസം ഒരു പണപ്പെട്ടി വരും. ആ പണപ്പെട്ടി എടുത്ത് തിരിച്ച് വീടിനകത്ത് കയറിയാൽ ആ പണപ്പെട്ടി കിട്ടും. കയറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ടാവും ഒരു നിശ്ചിത സമയത്തിനിടയ്ക്ക്. തമിഴ് ബിഗ് ബോസിൽ വന്ന് ഭയങ്കരമായ ഒരു വിപ്ലവം തന്നെ അവിടെ തമിഴ്നാട്ടിൽ നടന്ന സാധനമാണിത്. കഴിഞ്ഞ സീസണിൽ ഞാനത് കണ്ടിട്ടുണ്ട്, നിങ്ങൾ കാണണം. നമുക്ക് അത്രയ്ക്കും ഇമോഷണൽ ആയിട്ടുള്ള ആളുകൾ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീല്, അത് നിങ്ങൾ നോക്കിയിരുന്ന് തന്നെ അറിയാനുള്ളതാണ്. അത് കണ്ടു തന്നെ അറിയണം. അത് ഭയങ്കര TRP റേറ്റിംഗ് ചാർട്ടുകളെ കടത്തി വെട്ടുന്ന സാധനമാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും 3 ദിവസം ബാക്കിയുണ്ട്. ഇന്ന് അവിടെ എന്ത് നടന്നു എന്നുള്ളത് നാളെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനിയും ഉണ്ട് 3 ദിവസം, ബുധനും വ്യാഴവും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ നേരിട്ട് അറിയാം. പിന്നെ അക്ബറും നെവിനും ഭയങ്കര ഡൗൺ ആണ്. അവര് മെന്റലി ഭയങ്കരമായി ഡൗൺ ആയി വന്നിട്ടുണ്ട്. നെവിന്റെ ആ പറയുന്ന മെന്റലി ഡൗണുകളെല്ലാം തന്നെ എന്താണ്, ഒരു ഡ്രാമയായിട്ട് തന്നെയാണ് പാട്ടാ ഗേൾസ് കാണുന്നത്. അക്ബറിനെ പിന്നെ കണ്ടുകൂടാ, അതിന്റെ കാര്യം വേറെ ഉണ്ട്. നോമിനേഷൻ ഞാൻ മോർണിംഗ് ഇട്ട വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എന്താണ് ഇവർക്ക് അത്ര വിവരമില്ലേ, മണ്ടത്തരമായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണോ? അതുപോലെ തന്നെ ഒരു വീക്ക് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വരില്ലേ എന്ന് അവർക്ക് അറിയില്ലേ, പിന്നെ എന്തിനാണ് ഈ കിടന്ന് അവിടെ പോയിരുന്ന് ഇവിടെ പോയിരുന്ന് പ്ലാനുകളെല്ലാം ഇടുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും സീസൺ 4
ടിക്കറ്റ് ഫിനാലെ ദിൽഷയ്ക്ക് കിട്ടിയതിന് ശേഷവും ഈ പറയുന്ന വീക്കില് നെക്സ്റ്റ് വീക്കിൽ 13th വീക്കിൽ നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കാര്യം പെട്ടെന്ന് ഞാൻ അത് ഓർത്തിട്ടില്ല. കാരണം ഞാൻ അന്ന് റിവ്യൂ ചെയ്യുന്ന സമയമല്ല. ഞാൻ സീസൺ 5 മുതൽക്കാണ് റിവ്യൂ ചെയ്ത് തുടങ്ങിയത്. സീസൺ 4 വരേക്കും ഞാൻ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും സ്ട്രെസ് ചെയ്ത് കാണാറില്ല. മീൻസ് ഞാൻ TV ഓൺ ചെയ്യും, കാണും, ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കും, ചിലപ്പോൾ ഇങ്ങോട്ട് നടക്കും, വീട് ചുറ്റി നടക്കും. അപ്പം നമ്മൾ അത്ര സ്ട്രെസ് കൊടുക്കുന്നില്ല. സീസൺ 5 മുതൽക്കാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതലാണ് ഈച്ച് ആൻഡ് എവരി പോയിന്റ് കണ്ട് പകലും രാത്രി ഇരുന്ന് കണ്ടുവന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആ സാധനം ഓർമ്മ വന്നില്ല. അപ്പോഴാണ് നിറയെ കമന്റ്സ് വന്നപ്പോഴാണ് ശരിയാണല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോയത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ടിക്കറ്റ് ഫിനാലെ ഒരാൾക്ക് കിട്ടിയിട്ട് വീണ്ടും അങ്ങനെ ഒരു നോമിനേഷൻ നടത്തുന്നതിൽ അർത്ഥമില്ല. അന്ന് ഞാനത് കണ്ടുകൊണ്ടിരുന്നെങ്കിൽ, സീസൺ 4 സമയത്ത് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കേസ് പറഞ്ഞേനെ. എന്ത്, അതിന്റെ ആവശ്യമില്ല. ടിക്കറ്റ് ഫിനാലെ അന്ന് ദിൽഷയ്ക്ക് കിട്ടിയെങ്കിൽ പിന്നെ ദിൽഷ ഈസ് ഡയറക്ട്ലി ഫിനാലെ ആ 92nd ഡേയിലേക്ക് എത്തി. പിന്നെ അവിടെ ഈ പറയുന്ന പോലെ ഒരു നോമിനേഷന്റെ ആവശ്യം വരുന്നില്ല. ബിഗ് ബോസ് അങ്ങനെ ഒരു സാധനം കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഡയറക്റ്റ് നോമിനേറ്റഡ് ആക്കാനുള്ളതാണ്. അന്ന് ഞാൻ റിവ്യൂ ചെയ്തിരുന്നെങ്കിൽ അത് ഞാൻ പറഞ്ഞേനെ. പക്ഷെ ഇന്ന് ഞാൻ അത് പറയുന്നു. ഇന്ന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നുകൊണ്ട്. കാരണം ടിക്കറ്റ് ഫിനാലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിനൊരു വാല്യൂ? ടിക്കറ്റ് ഫിനാലെ മീൻസ് ഫിനാലെ വീക്കിലേക്കുള്ള ഒരാൾക്കുള്ള ടിക്കറ്റ് ആണ്. മീൻസ് ബാക്കിയുള്ളവരെല്ലാം അനുഭവിച്ചേ അവിടെ എത്താവൂ, അവിടെ താണ്ടിയേ അവിടെ എത്താവൂ. ഇതിപ്പോ അല്ലാതെ ഇപ്പൊ സീസൺ 4 നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വീക്കിലി ടാസ്ക് വിൻ ചെയ്ത ഒരു പ്രതിഫലം മാത്രമേ അതിലുള്ളൂ, ഒരാഴ്ച സേവ് ആയി എന്നുള്ളതാണ്. മറ്റത് ടിക്കറ്റ് ആണ്. ടിക്കറ്റ് ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യൂബിൾ ഉള്ള സാധനമാണ്, അല്ലേ? മലയാളത്തിൽ എനിക്ക് തോന്നുന്നു സീസൺ 4ലും 5ലും 6ലും ആണ് ഒരു ടിക്കറ്റ് ഫിനാലെ നടന്നിട്ടുള്ള. 1ൽ ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മയിൽ. 2 75ാമത്തെ ദിവസം പൂട്ടി. 3ൽ തുടങ്ങിയപ്പോൾ തന്നെ കൊറോണ വന്നു. 4ൽ ദിൽഷയെ അടിച്ചു, 5ൽ നാദറെ അടിച്ചു, 6ൽ പിന്നെ ആരായിരുന്നു, അഭിഷേക് അടിച്ചു, 7ൽ നൂറയോ അടിച്ചുകൊണ്ട് പോയി. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഒരു കേസ് പറയാനുണ്ട്. പിന്നെ നോമിനേഷനിൽ ഈ ആഴ്ചയും ഒരു അൺഫെയറിന്റെ ഞാൻ സാധ്യതകൾ കാണുന്നുണ്ട്. സാബുമാൻ ഔട്ട് ആവുന്നതായിരിക്കും ഈ ആഴ്ചത്തെ ഒരു ഫെയർ എവിക്ഷൻ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. നിങ്ങൾ പോയി ആർക്ക് വേണോ വോട്ട് ചെയ്തു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അനുമോക്കോ, അനീഷിനോ, സാബുമാനോ, അക്ബറിനോ, നബിനോ, ആദിലയ്ക്കോ, ആർക്ക്, ഷാനവാസിനോ, ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സാബുമാൻ ഈ ആഴ്ച ഔട്ട് ആവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും നബീനോ അക്ബറോ ഒക്കെ തന്നെ തെറിച്ച് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അൺഫെയർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇഫ് നെഗറ്റീവ് ഗെയിം കളിച്ചു കഴിഞ്ഞാലും പോസിറ്റീവ് ഗെയിം കളിച്ചു കഴിഞ്ഞാലും അവിടെ ഗെയിം കളിക്കുന്നവർ നിൽക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം കോണ്ടന്റ്, ഗെയിം ആൻഡ് ബൈ ടാസ്ക്. പക്ഷേ ഈ സീസണുകളിലായിരിക്കും ഇത്രയും അധികം അൺഫെയർ എവിക്ഷൻസ് നടന്നിട്ടുള്ളത്. ഒന്ന് കണ്ടസ്റ്റൻസ് കളിച്ചു കയറി വരും, അല്ലെങ്കിൽ നല്ല പീക്കിൽ നിൽക്കുന്ന സമയമായിരിക്കും, ഇവരങ്ങ് ഔട്ടായി തെറിച്ച് അവരുടെ കാര്യം നോക്കി അങ്ങ് പോകും. അപ്പോൾ അത് ഭയങ്കര, ഇത്തവണയും അത് ഞാൻ ഈ ആരെൻ്റെയൊക്കെ എവിക്ഷനൊക്കെ അറിഞ്ഞായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാത്തതാണ്, ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഞെട്ടലും തോന്നിയില്ല സത്യമായിട്ട്. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാനത് മുന്നേ പ്രഡിക്റ്റ് ചെയ്ത സാധനമാണ്. നമ്മൾ വിചാരിക്കാത്ത ഒരാൾ വെളിയിൽ പോകുന്നുള്ള. ഇന്നും ഞാൻ ആ സാധനം തന്നെ പറയുന്നു. നമ്മൾ വിചാരിക്കാത്ത ഒരാൾ തന്നെ മക്കളെ 91st ഡേ വെളിയിൽ പോകും. അപ്പം അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് പോയി ഈ യൂട്യൂബിലെ പോളുകളിൽ മാത്രം കുത്താതെ, യൂട്യൂബുകളിലെ പോൾ ഒരു സർവേ ആണ്. സർവേയും ഒറിജിനലും തമ്മിൽ ഫാർ ഡിഫറൻസ് വരും. അത് നിങ്ങൾ പോയി ഹോട്ട്സ്റ്റാറിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിന് വാല്യൂ കൂടുതലാണ്. അത് കൗണ്ട് ചെയ്യുന്ന സാധനമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം. ഇനി വിന്നിങ് എമൗണ്ടിൽ നിന്നുമാണ് ഈ എടുക്കുന്ന പണം എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 49,50,210 രൂപയാണ് ബാക്കിയുള്ളത്. ബാക്കി ക്യാഷ്, അതായത് ഒരു 25,000 ആദിലയ്ക്ക്, ഒരു 15,000 അനുമോൾക്ക്, ദെൻ പിന്നെ ഒരു 9,790 രൂപ എല്ലാവർക്കും കൂടി. അങ്ങനെ ബാക്കി കാശ് അങ്ങ് തീർന്നിട്ടുണ്ട്. ഇനി 50,000 രൂപ അതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് 50 ലക്ഷത്തിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പ്രധാനമായും നടന്നത്? ബിഗ് ബോസ് സീസൺ 7ന്റെ ഡേ 85 ഒക്ടോബർ 27 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ. ഓക്കെ, ഇന്നത്തെ മോർണിംഗ് സോങ് പൈസ 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 പൈസ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നു ദിസ് വീക്ക് പണപ്പെട്ടി വരും. നെവിന് കൊടുത്ത ശിക്ഷ ശരിക്കും അതൊരു ക്രൂരതയായി പോയെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
കുറേ പേര് പറഞ്ഞായിരുന്നു നീ അന്ന് നെവിനെ കുറേ പറഞ്ഞു, എന്നിട്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞ് മക്കളെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ആരുടെ ഭാഗത്താണെങ്കിലും ഞാൻ പറയും. പക്ഷെ അയാളുടെ ഭാഗത്തൊരു ശരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളോട് കാണിക്കുന്ന ഒരു ക്രൂരത ഉണ്ടെങ്കിൽ അത് ഞാൻ പറയും. എനിക്ക് തോന്നുന്നു ഓരോ ദിവസം ഓരോ ആൾക്കാരുടെ PR ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജുകളും കമൻറ്റ് ബോക്സുകളൊക്കെ വരുന്നത്. നിങ്ങൾ അവിടെ കിടന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ അവിടെ കിടന്ന് കമൻറ്റ് ചെയ്യുന്നത് എന്നെ ബാധിക്കുന്നൊരു വിഷയമേ അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. നെവിൻ്റെ അടുത്ത് ആ കാണിച്ച സാധനം, നെവിൻ്റെ കാര്യം എനിക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷെ ഞാനത് ഇപ്പം ഞാൻ വന്നത് പറയുന്നത് ശരിയല്ല. കാരണം ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എത്രത്തോളം പൈസ ഡെയിലി അവിടെ നിൽക്കുന്നതെന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഏതാണ്ട് എനിക്ക് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറേ വിവരങ്ങളൊക്കെ എവിക്ഷൻസിന് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇല്ലേ? ഇപ്പം ഇതാണ് ചെയ്യാത്തത്. അപ്പം അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ, ഈ പേയ്മെൻറ്റ് സംബന്ധമായ കുറേ കാര്യങ്ങൾ എനിക്ക് നിലവിൽ അറിയാം. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ മിക്കുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ പുതുമുഖങ്ങൾക്ക് ഈ സീസണിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേരുണ്ട്, അറിയാമെന്നുള്ളവരുണ്ട്. അപ്പോൾ അറിഞ്ഞുകൂടാത്ത നെവിനെ പോലെയുള്ള പുതിയ ആൾക്കാർക്കൊക്കെ പേയ്മെൻറ്റുകളൊന്നും ഭയങ്കരമായ ലെവലിലൊന്നും ഇല്ല സാധാ നോർമൽ സീസണുകളെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പണപ്പെട്ടി കൂടി നിഷേധിച്ചത് ശരിക്കും നെവിനോട് കാണിച്ച ഒരു ഇതായിരുന്നു. കാരണം നെവിൻ ഈ ചെയ്തത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അസൾട്ടാണ്. മീൻസ് ആ സാധനം എറിയാണ് ഉണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ ഇടയിൽ ഫിസിക്കൽ അസോൾട്ട് അന്ന് അനുമോളും ജിസേലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, അതൊരു ഫിസിക്കൽ അസോൾട്ടാണ്. ഷാനവാസും അക്ബറും കൂടി പലതവണ ഇതിനകത്ത് വിഷയങ്ങൾ നടന്നിട്ടുണ്ട്, അവിടെ അസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആര്യനും ഷാനവാസും കൂടെ നടന്നപ്പോൾ അസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും തന്നെ ഇല്ലാത്ത വിഷയങ്ങളാണ് നെവിൻ ഈ പറഞ്ഞതുപോലെ. അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അന്ന് നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്തു, ബിക്കോസ് അയാളുടെ ഹെൽത്ത് ആണ് വലുത്. റിവ്യൂവർ എന്നുള്ള പട്ടം ഞാൻ അവിടെ അഴിച്ചു വെച്ചൊരു പേഴ്സൺ എന്നുള്ള ലെവലിൽ ഇനി ആരെന്ത് തെറ്റ് ചെയ്തോട്ടെ, ഷാനവാസ് ചെയ്തോട്ടെ, നെവിൻ ചെയ്തോട്ടെ, ഷാനവാസ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. സോ നമ്മൾ ഷാനവാസിന്റെ തിരിച്ചു വരവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഓക്കെ, ഫൈനലാ ശരിയായി, ബാക്ക് ടു നോർമലായി. പക്ഷെ നമ്മൾ ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം മക്കളെ. കാരണം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ചിന്തിച്ച് നോക്കുമ്പം നെവിൻ അവിടെ നിന്ന് എന്താ പറയുക, ഫിനാൻഷ്യലി എന്താണ് അവിടെ നിന്ന് കിട്ടിയത് എന്ന് ആലോചിച്ച് നോക്കുമ്പം ഒന്നുമില്ല എന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് കണ്ണും പൂട്ടി പറയേണ്ടി വരും, സത്യം. അപ്പോൾ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണ്ടായിരുന്നു. വേറെ എന്തെല്ലാം വേണമെങ്കിൽ ഒരാഴ്ച അവരെ ജയിലിൽ ഇട്ടോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നെവിൻ ഒരാഴ്ച വെളിയിൽ കിടക്കട്ടെ അനിമോളുടെ ബെഡിൽ അങ്ങനെ ഒഴിച്ചേന്, അല്ലെങ്കിൽ നെവിൻ ഈ പറഞ്ഞ പാല് വെച്ചാണ് കഴിച്ചത്, അപ്പോൾ ഫുഡ് ഇങ്ങനെ കുറവ് വരട്ടെ, അല്ലെങ്കിൽ നെവിൻ്റെ ഫുഡുകൾ നമ്മൾ കുറച്ചേ കൊടുത്തയക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നെവിൻ്റെ ഡ്രസ്സ് ഒരാഴ്ച ഒരു ഡ്രസ്സ്, അങ്ങനത്തെ ശിക്ഷകളൊക്കെ കൊടുക്കാം. പക്ഷേ ഇതിനേക്കാൾ വലിയ സംഭവം അന്ന് ഒനീലിനെ ഈ പറയുന്ന പോലെ ലക്ഷ്മി ആക്ഷേപിച്ചൊക്കെ ഭയങ്കരമായി പേഴ്സണൽ ഹറാസ്മെന്റ് ആണ് ആ സാധനമൊക്കെ. കാണാത്ത കാര്യം കണ്ടെന്ന് പറഞ്ഞ ഒരാളുടെ ജീവിതം തന്നെ വലിച്ചു കീറുന്ന ലെവലിലുള്ള വിഷയങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ആദിലാനൂറെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന പോലെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ നടന്നിട്ട് അതിനൊന്നും ഭയങ്കരമായ റിയാക്ഷൻ വരാതെ ഈ വിഷയത്തിന് റിയാക്ഷൻ വന്നു. അത് സോർട്ട് ഔട്ട് ആയതിനു ശേഷം നെവിന് മാത്രം ഇങ്ങനൊരു ശിക്ഷ കൊടുത്തതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല. ഇന്നലത്തെ റിവ്യൂവിൽ ഞാനത് പറഞ്ഞില്ല, പക്ഷെ ഇന്ന് ഞാനത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഓക്കെ, വേറെ പല രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കാമായിരുന്നു. ഇതിപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ പണപ്പെട്ടി എടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് നെവിനും ആദിലയും മാത്രമാണ്. നെവിനെ അടിച്ചൊതുക്കി അവിടെ ഇരുത്തുമ്പോൾ ദെൻ ദർ ഈസ് ഓൺലി വൺ ഓപ്ഷൻ, ആദില. വേറെ ആരുമേ അവിടെ പണപ്പെട്ടി എടുക്കില്ല. അതുകൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വെച്ചത്. പക്ഷെ പണപ്പെട്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അവസാനത്തെ ദിവസമെങ്കിലും പണപ്പെട്ടി വരും. ഇന്ന് കളിച്ച് 25,000 രൂപ വരെ ആയി കളി. 10,000 രൂപയിൽ തുടങ്ങി 15,000 ആയി, 25,000 ആയി. ഇനിയും അടുത്തത് ലക്ഷമാകും, 50,000 1 ലക്ഷമാകും, 1 ലക്ഷം 5 ലക്ഷമോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കിനി കാണാം, നാളെ നമുക്ക് കാണാം ഇതിൻ്റെ ബാക്കിയൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതെനിക്കൊരു അൺഫെയർ സാധനമായിട്ട് തോന്നി. ആ കാര്യം നെവിൻ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്രമാത്രം ശിക്ഷ കിട്ടാൻ ഞാൻ എന്താണ് ചെയ്തത്. പക്ഷെ പണപ്പെട്ടി എടുക്കും എന്നുള്ള നെവിൻ്റെ വാശി വളരെ നല്ലതായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. മോർണിംഗ് ആക്ടിവിറ്റി, അവരുടെ ഫേവറേറ്റ് മോർണിംഗ് ആക്ടിവിറ്റി ഏതാണെന്ന് പറയുക എന്നുള്ളത് തന്നെയായിരുന്നു. നോമിനേഷനിൽ എല്ലാവരും ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്, എക്സെപ്റ്റ് നൂറ. ടിക്കറ്റ് ഫിനാലെ കിട്ടിയതുണ്ട്. പക്ഷേ ഈ പറയുന്ന വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോമിനേറ്റ് ചെയ്ത് കുരുക്കാം എന്നുള്ള ലെവലിൽ വന്ന് ആദില ആയിക്കോട്ടെ, അനുമോള്, നൂറ, ഇവർ 3 പേരും പക്ക പ്ലാൻ ചെയ്ത് 3 അടുത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു ഓപ്പൺ നോമിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് നോമിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അക്ബറും ആര്യനും ഇവർ 2 പേരും പെട്ടേനെ. ഇതിൻ്റെ കൂട്ടത്തിൽ അനുമോളും കൂടി കയറി വരും. 3 പേരുടെ നോമിനേഷൻസ് മാത്രമായിട്ട് മാറിയനെ. ഈ ആഴ്ച നടന്ന വിഷയങ്ങൾ
ഒരു 2 ആഴ്ച മുന്നേ നടന്നിരുന്നെങ്കിൽ അക്ബറോ നബിനോ ഒക്കെ തന്നെ തെറിച്ചു പോകാനുള്ള ലെവലിൽ ലോക്ക് ചെയ്തേനെ. കാരണം ഇന്നിപ്പം അക്ബറിനെയും നബിനെയും കൂടാതെ അവിടെ ഉള്ള 6 പേര്, ആദില, അനുമോള്, നൂറ, അനീഷ്, ഷാനവാസ്, സാബുമാൻ, ഇവർ 6 പേരും ചേർന്ന് 6 വോട്ട് അക്ബറിനും കൊടുക്കും, 6 വോട്ട് നബിനും കൊടുക്കും. കാരണം ഈ ആഴ്ച ഉണ്ടായിട്ടുള്ള കോൺട്രവേഴ്സീസ് അവരെ വെച്ചിട്ടുള്ളതാണ്. നേരെ തിരിച്ച് അക്ബർ അനുമോളുടെ പേര് പറയാൻ ചാൻസ് ഉണ്ട്, ദെൻ പിന്നെ പറയാനുള്ളത് ആദിലയുടെ പേര്, അതുപോലെ തന്നെ നബിനും പറയും. അവർ 2 പേരും വരും. ഇത്ര പേരിലേക്ക് മാത്രം നോമിനേഷൻ ചുരുങ്ങിപ്പോകും. പക്ഷെ ബിഗ് ബോസ് ആ പ്ലാൻ അങ്ങ് പൊളിച്ചു കൊടുത്തു എന്നല്ല എനിക്ക് തോന്നുന്നത്. എനിക്കത് പൊളിച്ചു കൊടുത്തു എന്ന് തോന്നുന്നതിനേക്കാളും ടിക്കറ്റ് ഫിനാലാണ്, അവിടെ എന്ത് ട്വിസ്റ്റ് ആണുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ വീട്ടുകാർക്ക് ലെവലേഷൻ വിവരമില്ല എന്നുള്ള സാധനം ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇവർക്ക് ഫിനാലെ എന്താണെന്നോ, ഫൈനലിസ്റ്റ് എന്താണെന്നോ, ഫിനാലെ വീക്ക് എന്താണെന്നോ, ബിഗ് ബോസ് എത്ര ദിവസം ഉണ്ടെന്നോ, ഓരോ ദിവസം എന്തൊക്കെ ട്വിസ്റ്റ് ആണ് നടക്കുന്നതെന്നോ ഒന്നും അറിയത്തില്ല. മരമന്തൂസുകളായ ബിഗ് ബോസിന്റെ ഈ ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിന് റിവ്യൂ ചെയ്യുന്ന നമ്മുടെ അത്രയോ അല്ലെങ്കിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അത്രയോ പോലും ബിഗ് ബോസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് വാസ്തവം. ഇതിനകത്തേക്ക് കളിക്കാൻ വന്നിട്ടുള്ള മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരായി പോയല്ലോ. ഇങ്ങനത്തെ ആൾക്കാരെ ആണല്ലോ ബിഗ് ബോസ് അതിനകത്ത് എടുത്തിട്ടത് എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തോരം ആൾക്കാർ സ്വപ്നം കണ്ട് അതിനുവേണ്ടി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം പേഴ്സണലി, സത്യം. അപ്പം ഈ പറയുന്ന പോലെ ബിഗ് ബോസ് എന്തെന്ന് അറിഞ്ഞുകൂടാത്ത കുറേ പേര്, അതിനകത്ത് 8 പേർക്കും ഇപ്പം നിൽക്കുന്ന 8 പേർക്കും അറിയില്ല. അനീഷ് 5 വർഷം ലീവ് എടുത്തെന്ന് പറയുന്നു, 2.5 വർഷം ആയെന്ന് പറയുന്നു. പക്ഷെ അനീഷ് ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാത്ത ആളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, മിണ്ടുന്നവരെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മിണ്ടുന്ന ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അനീഷിന് അറിയാമോ എന്നുള്ള കാര്യം ഇനി ചൂഴ്ന്ന് നോക്കേണ്ടി വരും. ഓക്കെ, ദെൻ അനുമോൾക്കായിക്കോട്ടെ നവിനായിക്കോട്ടെ പാലും മുട്ടയും ഒക്കെ കൊടുക്കുന്നുണ്ട് അനീഷിനൊക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചുള്ളത് കൊണ്ടോ ഒന്നും അല്ല. ഫിനാലെ അടുക്കാറായിരിക്കുകയാണ്, കുറച്ചൊന്ന് നന്നാവട്ടെ. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫുഡിന്റെ ഒരു കുറവ് വന്നിരിക്കുന്ന ഈ സീസണിൽ ഉണ്ട്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ സീസണിൽ അവർ ഫുഡിന് വേണ്ടി അടി കൂടുന്നുണ്ട്, അതൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഫുഡിൽ ഒരു നിയന്ത്രണം ഇവർ ഈ സീസണിൽ കൊടുക്കുന്നുണ്ട്. പിന്നീട് നവിനായിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ഇന്ന് അധികം ആരോടും അങ്ങനെ ഇന്ററാക്ഷൻ ഇല്ല, കുറവാണ്. ഇവരുടെ ഒരു ഇമോഷണൽ സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷണൽ സ്ട്രാറ്റജിക്ക് അപ്പുറത്തേക്കായിട്ട് ഇവർക്ക് ഒരു അടി ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല വൃത്തിക്ക് ആര്യനും നവിനും അക്ബറിനും കിട്ടിയിട്ടുണ്ട്. ആര്യൻ ഔട്ടായതുകൊണ്ട് വിഷയമല്ല, പക്ഷേ ഇവർക്കൊരു അടി കിട്ടിയിട്ടുണ്ട്. ആ അടിയുടെ ഒരു സ്ട്രെസ് തന്നെയാണത്, അത് ഉറപ്പാണ്. അത് ഇമോഷണലായിട്ട് അവർക്ക് മാറ്റാം, ഇമോഷണൽ സ്ട്രാറ്റജി ആയിട്ട് മാറ്റാം. പക്ഷേ അത് മാറ്റണമെങ്കിൽ ഇപ്പോൾ അതിനുള്ള ഒരു ടൈം ആയിട്ടുണ്ടാവാം മാറ്റാനായിട്ടുള്ളത്. പക്ഷേ ഇന്നലെ കിട്ടിയ ആ അടി അത് അങ്ങനെ തന്നെ നെവിന് നല്ല വൃത്തി കേട്ടിട്ടുണ്ട്. ചിരിച്ച് കളിച്ച് നടക്കുന്ന നെവിൻ അപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് അതിനകത്ത് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പണപ്പെട്ടി വരുന്നുണ്ട്. പണപ്പെട്ടിക്കകത്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ എല്ലാവരും അതിമനോഹരമായി സ്കോർ ചെയ്യുന്നുണ്ട്. നെവിൻ അവിടെ ക്യാഷ് എടുക്കുന്നുണ്ട്, അത് വീതിച്ച് പലർക്കും കൊടുക്കുന്നുണ്ട്. സെക്കൻഡിൽ ചെക്ക് വരുന്ന 15,000, അതിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. നെവിൻ അവിടെ ബുദ്ധി പ്രയോഗിച്ച് ഈ 15,000 രൂപയിൽ എനിക്ക് 7,500 രൂപ തരും, അവർക്ക് മാത്രമേ ഞാനിത് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് പലരും അവിടെ അതിനെ ഓക്കെ എന്ന് പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് വന്നേനെ. ബിഗ് ബോസിനും അത് എതിർക്കാൻ പറ്റാത്ത ലെവലിലോട്ടായി പോയേനെ. പക്ഷെ നെവിൻ അത് ബുദ്ധി പ്രയോഗിക്കാമായിരുന്നു. ഇനിയെങ്കിലും ഇതുപോലത്തെ ടാസ്കുകൾ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അപ്പം കണ്ടറിയാം. ദെൻ മണിയുടെ ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ ഭയങ്കരമായി അവരെല്ലാവരും കഷ്ടപ്പെട്ടു. ഈ ടാസ്ക് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് തമിഴ് ബിഗ് ബോസ് സീസൺ 7 ഭയങ്കര വിവാദമായി മാറിയ ഒരു ഡെയിലി ടാസ്ക് എന്തോ ആണത്. പിന്നീട് അത് കഴിഞ്ഞ വർഷത്തെ സീസണിൽ ശ്രീജുൻ കൊണ്ടുപോയി, 2 പേരും ഇങ്ങനെ കണ്ണും നോക്കി ആ ടാസ്ക് അങ്ങനെ കൊണ്ടുപോയി. ഈ സീസണിൽ അത് കുറച്ചുകൂടെ കടുപ്പിച്ചു. തമിഴിൽ ഇത്രയൊന്നും കടുപ്പമില്ല, മലയാളത്തിൽ അത് ഇത്തിരി കൂടെ കടുപ്പിച്ചു. സെയിം സാധനമാണ്, ആ മണിയുടെ കളർ വരെ സെയിം ആണ്, മണിയുടെയും ആ വെക്കുന്ന ഇതെല്ലാം സെയിം സാധനം തന്നെയാണ്. അതിനകത്ത് ആദില 25,000 രൂപ സ്കോർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടോട്ടലി അറൗണ്ട് ഒരു 49,000 റുപ്പീസോളം വിന്നിങ് പ്രൈസിൽ നിന്നും കുറയുന്നുണ്ട്. ഇനി 49,50,210 രൂപ മാത്രമാണ് വിന്നിങ് എമൗണ്ട് ആയിട്ട് ഉള്ളത് 50 ലക്ഷത്തിൽ നിന്നും. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ റിവ്യൂ ഒന്നും പറയാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല. നമുക്കറിയാം ഗെയിം ടുവാർഡ്സ് ദ എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോൾ എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ വരും. ഈ ആഴ്ച ഒരു പണപ്പെട്ടിയും ഒരു വീക്കെൻഡ് എവിക്ഷനോ ആയിരിക്കും. ഇനി അഥവാ പണപ്പെട്ടി വന്നില്ല, പണപ്പെട്ടി ആരും തൊട്ടില്ലെങ്കിൽ 2 പേരെ അവർ സുഖമായിട്ട് എടുത്തെറിയും. അപ്പോൾ തന്നെ 6 ആകും. പിന്നെ ഒരാളെ അങ്ങ് അടുത്ത ആഴ്ചത്തെ മിഡ് വീക്കിൽ എടുത്ത് കളയും. അപ്പോൾ ടോപ്പ് 5 ഡിക്ലറേഷൻ ആകും. നോക്കാം നമുക്ക് എന്തൊക്കെയാവും എന്നുള്ളത്. കുഴപ്പമില്ലാത്തൊരു നോർമൽ ദിവസമാണ് കേട്ടോ. ലൈവിലായാലും എപ്പിസോഡിലായാലും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ വിശേഷങ്ങളും ലൈവിൻ്റെ അപ്ഡേറ്റും പ്രൊമോട്ട് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.